വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് വരട്ടിയെടുത്താലോ. കണ്ടോ, ബീഫ് വരട്ടിയത്. അതിന് ഇതൊരു കിലോ ബീഫുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണാണ്, 2 ടേബിൾ സ്പൂൺ. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, അതുപോലെ മുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ. നോക്കിയിട്ട് നമുക്കിത് വരട്ടുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുക്കാം, എരിവ് കുറവാണെങ്കിൽ. 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, ഉപ്പ് ആവശ്യം പോലെ, പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്. ഇതെല്ലാം നന്നായി കുഴച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില. ഈ കറിവേപ്പില നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട് കറിവേപ്പിലയ്ക്ക്. ഇതിനെ നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു 1/2-3/4 മണിക്കൂർ അവിടെ വെച്ചിട്ടാൽ മതി. കണ്ടോ, ഇതുപോലെ കുഴച്ചിട്ട് ഒരു 1/2-3/4 മണിക്കൂർ നമുക്കതവിടെ മൂടിക്കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്കുള്ള സവാളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുഴച്ച് വെച്ചതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 45 മിനിറ്റ് വെച്ചിട്ടുണ്ട് കുഴച്ചിട്ട്. കണ്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പാത്രം കഴുകിയിട്ട് മൂടിക്കൊടുക്കാം. വെള്ളമാക്കി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ സവാള അതിലിട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം. ഒന്ന് പൊരിച്ചെടുക്കാൻ വേണം. നന്നായി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ലോണം പൊരിഞ്ഞ് വരട്ടെ. സവാള കുറച്ചുകൂടെ ഓയിൽ വെച്ച് വെച്ചാൽ ഓയിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. എന്താ, ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ സവാള അതിലിട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം. ഒന്ന് പൊരിച്ചെടുക്കാൻ വേണം. നന്നായി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ലോണം പൊരിഞ്ഞ് വരട്ടെ. സവാള കുറച്ചുകൂടെ ഓയിൽ വെച്ച് വെച്ചാൽ ഓയിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. എന്താ, സവാള മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്നും ഓയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും. ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കാണ്. 2 പച്ചമുളക്. ഇതിൻ്റെ ഒപ്പം ഒരു പച്ചമണം പോകണം. ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയെല്ലാം നല്ലോണം പച്ചമണം പോട്ടെ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതിൽ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. പച്ചമണം പോയി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് വേവിച്ച് ചേർച്ചില്ല ബീഫ് മസാലയൊക്കെ ഇട്ട് കുഴച്ച് നമ്മൾ വേവിച്ച് വെച്ചു. കണ്ടു, ഇതേ ഇതിക്കൊരു തേങ്ങാക്കൊത്തിട്ട ബീഫുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്. അതൊക്കെ നന്നായി വരട്ടി വെക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല പൗഡറാണ്, ഗരം മസാല പൗഡർ. ഇതെല്ലാം ഒന്ന് നന്നായി വറ്റി നല്ല മൊരിഞ്ഞ്
ഇപ്പോൾ കണ്ടോ നന്നായി മുറിഞ്ഞു വന്ന് പീസ് ഇതേപോലെ ഒന്ന് വരട്ടിയെടുത്ത് നോക്കിയാട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ചെയ്യുക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.